പശ്ചാത്തല മേഖല, പാർപ്പിടം, കാർഷിക മൃഗസംരക്ഷണം, പാലിയേറ്റീവ് പ്രവർത്തനം തുടങ്ങിയവയ്ക്ക് പ്രാമുഖ്യം നൽകി ചേർപ്പ് പഞ്ചായത്തിൽ ബജറ്റ് അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി.എൻ. സുരേഷാണ് ബജറ്റ് അവതരിപ്പിച്ചത്. ഉൽപാദന മേഖലയ്ക്ക് 22 കോടി 45 ലക്ഷം രൂപയും സേവന മേഖലയ്ക്ക് 11 കോടി 20 ലക്ഷത്തി 30,000 രൂപയും പശ്ചാത്തല സൗകര്യ വികസനത്തിന് 11 കോടി 75 ലക്ഷത്തി 40,000 രൂപയും വകയിരുത്തി. 21 കോടി 49 ലക്ഷത്തി 213 രൂപയുടെ മിച്ച ബജറ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് അത് 100% അച്ചീവ്മെന്റിൽ എത്തിക്കുന്നതിനും എല്ലാവരുടെയും ഭരണസമിതി അംഗങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് എല്ലാ ഉദ്യോഗസ്ഥരും നിർവ്വഹണ ഉദ്യോഗസ്ഥരും കൈകോർത്ത് പിടിച്ച് നിന്നാൽ നമുക്ക് ആ വിജയത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. അതിന് എല്ലാവരുടെ ഭാഗത്തു നിന്നും സഹകരണം ഉണ്ടായിരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ 24-25 ബജറ്റ് അവതരിപ്പിക്കുന്നതിനായി വൈസ് പ്രസിഡന്റിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് പ്രതീക്ഷയിലാണ് ഈ ഭരണസമിതിയുടെ കാലയളവിലെ 4ാമത്തെ ബജറ്റ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും വിവിധ തലങ്ങളിൽ നിന്നുള്ള വരുമാനവും സഹായ സഹകരണവും ആവശ്യമാണ്. ബഹുമാനപ്പെട്ട MP T.N. പ്രതാപൻ, ബഹുമാനപ്പെട്ട MLA ശ്രീ C.C. മുകുന്ദൻ, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ A.K. രാധാകൃഷ്ണ മാസ്റ്റർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരുടെ പ്രവർത്തനങ്ങൾ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ മുതൽക്കൂട്ടാകുന്നുണ്ട്. പാർപ്പിട മേഖലയ്ക്ക് ആകെ 25 കോടി രൂപയും കാർഷിക മൃഗസംരക്ഷണ മേഖലകൾക്കായി 15 കോടി 75 ലക്ഷം രൂപയും വകയിരുത്തി. ആരോഗ്യ മേഖലയെ പരിപോഷിപ്പിക്കുന്നതിനും സൗജന്യ ചികിത്സയും മരുന്നും ലഭ്യമാക്കുന്നതിലേക്കുമായി പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കായും ആയുർവേദ, അലോപ്പതി, ഹോമിയോ ചികിത്സാ മേഖലയിൽ ഉൾപ്പെടെ 68 ലക്ഷം രൂപ വകയിരുത്തി. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരുടെ ക്ഷേമവും ഉന്നമനവും ലക്ഷ്യമാക്കിയുള്ള വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് 15 കോടി 30 ലക്ഷം രൂപ വകയിരുത്തി. ഇതോടൊപ്പം മാലിന്യ പരിപാലന പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ടും ശുചിത്വ പഞ്ചായത്ത് പദവി ലക്ഷ്യങ്ങൾക്കുമായി 47 ലക്ഷത്തി 50,000 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. കുടിവെള്ള മേഖല, ജലസ്രോതസ്സുകളുടെ പുനരുദ്ധാരണം എന്നിവയ്ക്കായി 50 കോടി രൂപയും റോഡുകളുടെ ഗുണനിലവാരം ഉയർത്തുന്നതിനും റോഡുകളിലെ ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനുമായി 3 കോടി 50 ലക്ഷം രൂപയും വകയിരുത്തി. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വിദ്യ രമേശ്, ജോസ് ചാക്കേരി, അനിത അനിലൻ, ജനപ്രതിനിധികൾ, പഞ്ചായത്ത് സെക്രട്ടറി A.V. മുംതാസ്, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു.